വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ഒരു അടിപൊളി പുഡിങ് റെഡിയാക്കി എടുത്താലോ? ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും വേണ്ട കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സെറ്റ് ആയിട്ടുള്ള പുഡിങ്, 2 ലെയറിൽ വരുന്ന പുഡിങ്ങാണ് കേട്ടോ ഇത്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കഴിക്കുന്നവർക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് കണ്ടാലോ? അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ലെയറിന് വേണ്ടിയിട്ടുള്ള സംഭവം റെഡിയാക്കി എടുക്കാം. 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ആകെ 2 കപ്പ് പാലേ എടുക്കുന്നുള്ളൂ കേട്ടോ. ടോട്ടലി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞ അളവിലേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം 1 ലെയറിലേക്ക് 1 കപ്പായിട്ട് എടുക്കുന്നത്. അതിലേക്ക് മധുരത്തിന് വേണ്ടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആട്ടോ വേണ്ടത്. ഇതിലേക്ക് 1 ലെയർ കസ്റ്റാർഡ് പൗഡറിൻ്റെ ലെയറാണ്. അപ്പോൾ അത് കുറച്ച് വെള്ളത്തിലൊന്ന് നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. കൈ വിടാതെ ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ ഈ ഒരു ലെവലിലായിട്ട് നന്നായിട്ട് തിളച്ച് ബബിൾസൊക്കെ വലിയ ഒരു ബബിൾസായിട്ട് വരുമല്ലോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഒരുപാട് സമയം വെക്കൊന്നും വേണ്ട കേട്ടോ. എന്നിട്ട് ഇത് ചൂടോടുകൂടെ തന്നെ ഏതിലാണോ സെറ്റ് ചെയ്തെടുക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുമ്പോഴേക്ക് ഈ പാത്രത്തിൽ കിടന്നിട്ട് തന്നെ അത് സെറ്റായി പോകും. പെട്ടെന്ന് തന്നെ സെറ്റാവും കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു പുഡിംഗ് ബൗളിലേക്ക് ഇത് മാറ്റുന്നുണ്ട്. മുഴുവനായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതവിടെ സെറ്റായി വരുന്ന സമയം നമുക്ക് അടുത്ത ലെയറിലേക്കുള്ള സംഭവം റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ തീ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. അതിന് മുന്നേ വേണം ഇത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. തീ ഓണാക്കിയതിന് ശേഷം കൊക്കോ പൗഡർ മിക്സ് ചെയ്താൽ കട്ട കുത്താനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം വേണം അതൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ആട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അത് കുറച്ച് വെള്ളത്തിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തീ ഓൺ ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അടിക്ക് പിടിക്കും. പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കുക. 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ചോക്ലേറ്റ് ലെയർ പുഡിംഗ് ആട്ടോ ചെയ്തെടുക്കുന്നത്. ചോക്ലേറ്റൊക്കെ ഇതിൽ നന്നായിട്ട് തന്നെ മെൽറ്റായി വരട്ടെ. കൈവിടാതെ തന്നെ ഇളക്കണേ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സായിട്ട് വരുന്നുണ്ട്. ചോക്ലേറ്റൊക്കെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഇത് കുറച്ച് തിക്കായിട്ട് വരും. നമ്മൾ കോൺഫ്ലവറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ട് വരും. ഇപ്പോൾ അതെല്ലാം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. കോൺഫ്ലവറൊക്കെ നന്നായിട്ട് ഇതിൽ കിടന്നിട്ട് കുക്കായി വന്നിട്ടുമുണ്ട് കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതൊക്കെ അടിക്ക് പിടിച്ചാൽ ടേസ്റ്റ് മാറും. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ ബബിൾസായിട്ട് തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഈ ഒരു രീതിയിലാവുമ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പുഡിങ്ങിൻ്റെ മേലെയുടെ ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. അത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടിക്കോളൂ കേട്ടോ. അതിൻ്റെ മുകളിൽ ഈ ഒരു ലെയറും കൂടെ ഒഴിച്ചു കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും. ഒന്ന് ലെവലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതും സെറ്റായതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഒന്നെങ്കിൽ ഇതിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് കട്ട് ചെയ്ത് അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സൈഡിൽ നിന്ന് തന്നെ വിട്ടു പോരുന്ന പരുവായിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിൽ നിന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. യെല്ലോ കളർ മുകളിൽ വരുന്ന രീതിയിലാണ് ഞാൻ സെർവ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് നട്സുകളൊക്കെ ഇട്ട് പല ടൈപ്പ് നട്സുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടി അങ്ങനെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പ്ലെയിനായിട്ട് കഴിക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ പ്ലെയിനായിട്ടും കഴിക്കാം. അപ്പോൾ ഞാൻ നട്സാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിടിലം പുഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാട്ടോ. ഈ ഒരു 2 ലെയറും കൂടെ ഒരുമിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. രണ്ടും ടേസ്റ്റി ആയിട്ടുള്ള ലെയറുകളാണ്. ഒന്ന് ചോക്ലേറ്റ് ആണ്, ഒന്ന് കസ്റ്റേർഡ് ആണ്. രണ്ടും ടേസ്റ്റി ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു പുഡിംഗ് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാല്ലാ പുതിയൊരു അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്